ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഞാനിന്ന് പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഡിഗ്രി പ്രവേശനത്തിന് ഈ വർഷം മുതൽ എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. മെയ് 10 ആയിരുന്നു ആ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും അത് അപ്ലൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആ എൻട്രൻസ് പരീക്ഷ എഴുതി അതിൽ മിനിമം മാർക്ക് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും അവർ അഡ്മിഷൻ തരുന്നത്. അതുകൊണ്ട് എല്ലാ പേരും ആ എൻട്രൻസ് പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതിന് ബേസ് ചെയ്തുകൊണ്ട് ബികോമിന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി അതിന്റെ കോർ സബ്ജക്റ്റുകളായിട്ടുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന 2 പേപ്പറുകൾ, അത് +1-ന്റെയും +2-ന്റെയും ആ 2 പേപ്പറുകളും മൊത്തം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1 മാർക്കിന്റെ 100 ചോദ്യങ്ങൾ. അതിൽ നമ്മൾ വാങ്ങുന്ന സ്കോറിനനുസരിച്ചാണ് കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ തീർച്ചയായും ആ എൻട്രൻസ് പരീക്ഷ നമ്മൾ നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബികോമിന് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കോർ സബ്ജക്റ്റുകളായിട്ടുള്ള അക്കൗണ്ടൻസിയും അതുപോലെ ബിസിനസ് സ്റ്റഡീസിനെയും ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സകല ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അതൊരു 10-12 വീഡിയോ ആയിട്ട് ആ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. തീർച്ചയായും 100% നിങ്ങൾക്ക് അത് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന എന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് തികച്ചും പ്രയോജനപ്രദമായിരിക്കും. നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ കോളേജിലെയും എൻട്രൻസിന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്കതുകൊണ്ട് തന്നെ ഇന്ന് +1 അക്കൗണ്ടൻസിയിൽ തുടങ്ങി സെക്കൻഡ് ഇയറിന്റെ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസിലേക്കും അവസാനിപ്പിക്കാം. അപ്പം +1 അക്കൗണ്ടൻസിയുടെ ബേസിക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്? അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും. നിങ്ങൾ നിർബന്ധമായും എൻ്റെ ഈ ക്ലാസ് കേട്ടാൽ മതി. എല്ലാ മാർക്കും സെക്യൂർ ചെയ്യാൻ പറ്റും. എന്താണ് അക്കൗണ്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിംഗ് ഈസ് നോട്ട് എ ന്യൂ കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ന്യൂ കോൺസെപ്റ്റേ അല്ല, അതൊരു ഓൾഡ് കോൺസെപ്റ്റാണ്. ഞാൻ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 14-ാം നൂറ്റാണ്ടിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്കൗണ്ടൻസിയെക്കുറിച്ച് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് 1494 ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന ഒരു വ്യക്തി അക്കൗണ്ടിങ്ങിന്റെ സൂചനകൾ വെച്ചുകൊണ്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിലാണ് നമുക്ക് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസിന്റെ ചില സൂചനകൾ തന്നിരുന്നത്. അതുകൊണ്ട് ലൂക്കോ പാസിയോളി വാസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിംഗ്. ഇന്ന് മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ പിതാവായിട്ട് ലൂക്കോ പാസിയോളിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം കിട്ടി. ദ ഫാദർ ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ലൂക്കോ പാസിയോളിയാണ്. അതാണ് ചോദ്യം. നമുക്ക് എങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചോദ്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അക്കൗണ്ടിംഗ് എന്നറിയണം. വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിംഗ്? സോ അക്കൗണ്ടിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിംഗ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അടുത്ത ചോദ്യം അതാണ്. അക്കൗണ്ടിംഗ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഭാഷയെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ബിസിനസിന്റെ ഭാഷയായത് എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബീയിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബിസി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ബിസിനസ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഏതൊരു വ്യക്തിയാണോ ഈ ബിസിനസ്സുമായിട്ട് ഭയങ്കരമായി ബന്ധപ്പെടുന്നത്, ആ വ്യക്തി വളരെ തിരക്കിലായിരിക്കും. ബിസിനസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം തിരക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെന്ത് വേണം? നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് വളരെ വേഗം നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടുകളിലേക്ക് ബിസിനസിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ വളരെ വേഗം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു ഭാഷ അക്കൗണ്ടിങ്ങിന്റേതായ ഭാഷയാണ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അങ്ങനെ ബിസിനസിന് വേണ്ടി ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തു. ആ ഭാഷയെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് എന്നാണ്. അപ്പൊ അതാണ് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അക്കൗണ്ടിംഗ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിംഗ്? സോ അക്കൗണ്ടിംഗ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അക്കൗണ്ടിങ്ങിൽ. ഏതൊക്കെയാ? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. ഇവിടെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ടേംസ് ഓഫ് മണി.
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അത് പൈസയുടെ മൂല്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ടേംസ് ഓഫ് മണി. പൈസയുടെ മൂല്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യണം. എന്താണ് സമ്മറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്? ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. ഫൈനാൻഷ്യൽ സ്വഭാവമുള്ള, ഫൈനാൻസുമായി ബന്ധമുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആണ്. അപ്പൊ ബിസിനസിന്റെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമറൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാലോ, ഫോർ വാട്ട്? ടു ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ബിസിനസിന്റെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യാനാണ്. അങ്ങനെ ബിസിനസിന്റെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബിസിനസിന്റെ ട്രാൻസാക്ഷൻ വളരെ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമറൈസ് ചെയ്തു. അതിന്റെ സിസ്റ്റമാറ്റിക് മാനറിലേക്ക് ഫിനാൻഷ്യൽ മൂല്യത്തിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പൊ അക്കൗണ്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ടേംസ് ഓഫ് മണി transactions and events which are of financial character and interpreting the result thereof. അങ്ങനെ ബിസിനസിന്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസിന്റെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൈനാൻഷ്യൽ ടൈമിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കേസ്. അപ്പൊ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് അങ്ങോട്ട് വരമ്പം കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ ഞാൻ പഠിപ്പിക്കും. അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പം നിങ്ങളത് മാത്രം മനസ്സിലാക്കുക, എന്റെ മീനിങ് മാത്രം. അപ്പോൾ അവിടെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിന്റെ ഓബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളാണ്, 4 ഓബ്ജക്റ്റീവ്സ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. സോ വാട്ട് ആർ ദ ഓബ്ജക്റ്റീവ്സ്? നമ്പർ 1, ടു മെയിൻറ്റെയിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, എ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ പ്രോപ്പർ റെക്കോർഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർ ബുക്സ് എഴുതി സൂക്ഷിക്കാൻ നമുക്ക് എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. അതാണ് ഒന്നാമത്തെ കേസ്. ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ പ്രോപ്പർ റെക്കോർഡ്സ് എഴുതി സൂക്ഷിക്കാൻ നമുക്ക് അക്കൗണ്ടിങ് വേണം. അതൊരു കാര്യമാണ്, അതൊരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ കേസ്, ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഒരു ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്ന് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ലാഭമാണോ നഷ്ടമാണോ? ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. കച്ചവടത്തിന്റെ റിസൾട്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആ കച്ചവടത്തിന്റെ റിസൾട്ട് എന്താണ്, അതും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. 2 എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഇനി മൂന്നാമത്തെ കേസ്, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത എന്താണ്, ആ സാമ്പത്തിക ഭദ്രത എന്താണെന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യണം, കണക്കാക്കണം. അത് അക്കൗണ്ടിങ്ങിന്റെ ഓബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. 4, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ കൊടുക്കണം. ഈ യൂസേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കണം. അതാണ് നാലാമത്തെ കേസ്. അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്, to ascertain the financial position of the business, then to provide information to users of accounting. അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ഇതാണ് 4 ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ 4 ചെന്നിട്ട് ഏതാണ് ഓടുമാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ കഴിഞ്ഞു. നമ്മൾ വീണ്ടും പറഞ്ഞു ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ആരാണ് യൂസേഴ്സ്? അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആരാണ്? സോ ദ ടോട്ടൽ യൂസേഴ്സ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 2. അങ്ങനെ ബിസിനസ്സിൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന യൂസേഴ്സ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ഉണ്ട്. ദേ ആർ ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പൊ ആരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്ന? ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അകത്തുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ യൂസേഴ്സ്. അകത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് 2 തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് മാനേജ്മെന്റ് ആണ്, മറ്റൊന്ന് എംപ്ലോയീസ് ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് അകത്തുള്ള അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന 2 ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് മാനേജ്മെന്റും മറ്റൊന്ന് എംപ്ലോയീസുമാണ്. എന്നാൽ ബിസിനസിന് പുറത്തുള്ള, ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാർ ആരൊക്കെയാ? ഗവൺമെന്റ് ഉണ്ട്, ബാങ്ക്, സപ്ലൈസ്, ദെൻ ക്രെഡിറ്റേഴ്സ്, ദെൻ ഇൻവെസ്റ്റേഴ്സ്. ഇവരെല്ലാം ഔട്ട്സൈഡേഴ്സ് ആണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെന്റ്, അതുപോലെ ക്രെഡിറ്റേഴ്സ്, സപ്ലൈസ്, ദെൻ ഇൻവെസ്റ്റേഴ്സ്, ഇവരെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നാണ്. അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇന്റേണൽ യൂസേഴ്സിനും ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് അക്കൗണ്ടിങ് വേണം.
അതാണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് 4 ഒബ്ജക്റ്റീവ്സ് മനസ്സിലായി. ഏതൊക്കെ? ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്, to ascertain the financial position of the business, to provide information to users. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ടിങ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. നമുക്കതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ടിങ് 3 എണ്ണമുണ്ട്. ഏതൊക്കെയാ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ അക്കൗണ്ടിങ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ട്രേഡിംഗ് കൺസേൺസ്. ട്രേഡിംഗ് കൺസേൺസിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നാണ്. എന്താണ് ഈ ട്രേഡിംഗ് കൺസേൺസ്? സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിയും വിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ. അതിനെ വിളിക്കുന്ന പേര് ട്രേഡിംഗ് കൺസേൺ. ആ ട്രേഡിംഗ് കൺസേണിൽ പ്രോഫിറ്റോ ലോസോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് യൂസ്ഡ് ഇൻ ട്രേഡിംഗ് കൺസേൺസ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് കൺസേണിലാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് കൺസേൺസ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് മാനുഫാക്ചറിംഗ് കൺസേൺസിലാണ്. മാനുഫാക്ചറിംഗ് കൺസേൺസ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അതിന് എത്ര കോസ്റ്റായി ആ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തുമാത്രം കോസ്റ്റായി, ആ കോസ്റ്റിന്റെ സ്പ്ലിറ്റപ്പ് എന്താണ്, അത് വളരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. ഇനി 3ാമത്തെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പോളിസി മേക്കിംഗ്, അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം മാനേജ്മെന്റ് കയ്യിലാണ്. So the decision making power is vested in the hands of the management. മാനേജ്മെന്റ് കയ്യിലാണ് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് മൊത്തം. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് അവർക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വേണം. അങ്ങനെ മാനേജ്മെന്റിന് പോളിസി മേക്കിംഗ് നടത്താൻ, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വേണം. സോ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ടേക്ക് ഡിസിഷൻസ്. അവിടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നാണ്. അങ്ങനെ ട്രേഡിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ്, ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് ചോദിച്ചാൽ there are 3 systems of accounting. അവിടെ 3 systems of accounting ഉണ്ട്. അത് ഏതൊക്കെയാണ് ഈ systems of accounting? Number 1 cash system of accounting, Number 2 single entry system of accounting, Number 3 double entry system of accounting. ഇങ്ങനെ 3 അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. cash system of accounting, single entry system of accounting, then double entry system of accounting. Say what do you mean by cash system of accounting? Cash system of accounting എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഒത്തിരി ട്രാൻസാക്ഷൻസ് വരാം. ആ ട്രാൻസാക്ഷന്റെ ക്യാഷ് ആസ്പെക്ട്സുകൾ മാത്രം എടുത്ത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഈ ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ വേറെ ഒരു അക്കൗണ്ടുകളും നമ്മൾ ഉപയോഗിക്കത്തില്ല. ക്യാഷിന്റെ ആസ്പെക്ട്സ്, ക്യാഷ് എത്ര കിട്ടി, ക്യാഷ് എത്ര പോയി, ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്, ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ള. ബാക്കി എല്ലാ ഐറ്റംസും ഡിസ്റിഗാർഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ്. എന്നാൽ 2ാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം? ഒരു ബിസിനസ്സിനകത്തുണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന്റെ 2 എലമെന്റുകളും പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ ഏറ്റവും കുറഞ്ഞ 2 എലമെന്റുകളുണ്ട്. ആ 2 എലമെന്റുകളും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാതെ ഏതെങ്കിലും ചില ആസ്പെക്ട്സുകൾ മാത്രം റെക്കോർഡ് ചെയ്താൽ അത് സിംഗിൾ എൻട്രി സിസ്റ്റം. ഉദാഹരണത്തിന് ഒരു ബിസിനസ്സിലെ ക്യാഷിന്റെ ആസ്പെക്ട്സും ചില പേഴ്സണൽ അക്കൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ ഇംപേഴ്സണൽ അക്കൗണ്ട് ടോട്ടലി ഡിസ്റിഗാർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. അപ്പൊ എന്താണ് ഈ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്? 3 തരം അക്കൗണ്ട് ഉണ്ട്. നമുക്കറിയാമല്ലോ, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അങ്ങനെ 3 തരം അക്കൗണ്ട് ഉണ്ട് ഇവിടെ. എന്താണ് ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ട്. സോ എനി അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് പേഴ്സണൽ അക്കൗണ്ട്. ഒരു അസറ്റിന്റെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റിയൽ ഓർ അസറ്റ് അക്കൗണ്ട് എന്നാണ്. When an account is opened in the name of an asset is called asset or real account.
അങ്ങനെ ഒരു എക്സ്പെൻസിന്റെയോ ഇൻകത്തിന്റെയോ പേരിലാണ് ഒരു അസറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോമിനൽ ഓർ ഫിക്ടീഷ്യസ് അക്കൗണ്ട് എന്നാണ്. When an account is opened in the name of an expense or income, it is called a nominal or fictitious account. ഇങ്ങനെ 3 അക്കൗണ്ടുകളാണ്. An account opened in the name of a person is called a personal account. An account opened in the name of an asset is called asset or real account. An account opened in the name of an expense or income is called fictitious or nominal account. അങ്ങനെയുള്ള ഈ 3 അക്കൗണ്ടുകളിൽ ക്യാഷ് ആസ്പെക്ട്സുകളും പേഴ്സണൽ ആസ്പെക്ട്സും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇംപേഴ്സണൽ ആസ്പെക്ട്സിന് അവർ ഡിസ്റിഗാർഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഇതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്, അൺസയന്റിഫിക് മെത്തേഡാണ്. ചെറിയ ചെറിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പാൻ ഷോപ്പുകളിലൊക്കെ ഇതല്ലേ. നമ്മളൊരു മുറുക്കാൻ കടയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അക്കൗണ്ട് ഡബിൾ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാമോ? അവരുടെ കയ്യിൽ നോട്ട്ബുക്ക് മാത്രമേ ഉള്ളൂ, അതിൽ ക്യാഷ് എത്ര, ആര് വാങ്ങിച്ചു, ഈ കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഇതൊരു കറക്റ്റ് സിസ്റ്റമേ അല്ല. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇതൊരു പ്യൂറസ്റ്റ് സിസ്റ്റമാണ്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഈ ഡബിൾ എൻട്രി എന്ന് പറയുന്നത്? ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്താലും ശരി, ആ ട്രാൻസാക്ഷന് 2 എലമെന്റുകളുണ്ട്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 എലമെന്റ് ഓർ 2 ആസ്പെക്ട്സ്. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്താലും അതിന് 2 എലമെന്റുകളുണ്ട്, അല്ലെങ്കിൽ 2 ആസ്പെക്ട്സുകളുണ്ട്. സോ ദീസ് 2 എലമെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ 2 അക്കൗണ്ട്സ്. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് 2 അക്കൗണ്ടുകളിൽ നമ്മൾ റെക്കോർഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ എൻട്രി എന്നാണ്. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ 2 എലമെന്റുകളുണ്ട്. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് 2 അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ്. അത് വളരെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇനി നമുക്ക് വ്യക്തമായി പറഞ്ഞാൽ ഡബിൾ എൻട്രിക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എവരി ഡെബിറ്റ് മസ്റ്റ് ഹാവ് ആൻ ഈക്വലന്റ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റിന് തുല്യമായ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. എവരി ഡെബിറ്റ് മസ്റ്റ് ഹാവ് ആൻ ഈക്വലന്റ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ആ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഡെബിറ്റിന് തുല്യമായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെ നമുക്ക് 3 സിസ്റ്റമുണ്ട്. ക്യാഷ് സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന 3 സിസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന. അതിൽ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. ഇങ്ങനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 2 ബേസിസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ക്യാഷ് ബേസിസും ഉണ്ട്, പിന്നെ അക്രൂവൽ ബേസിസും ഉണ്ട്. എന്താണ് ഈ ക്യാഷ് ബേസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സും ആക്ച്വൽ ക്യാഷ് പേയ്മെന്റും മാത്രം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്യാഷ് ബേസിസ് എന്നാണ്. ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്യാഷ് ആൻഡ് ആസ്പെക്ട്സുകൾ മാത്രം, ആക്ച്വലായിട്ട് എന്ത് ക്യാഷ് കിട്ടി, ആക്ച്വലായി നമ്മൾ ഇന്ന് എന്ത് ക്യാഷ് പോയി, ഇത് രണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്ന ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ അക്രൂവൽ ബേസിസ് എന്ന് ചോദിച്ചാൽ, അവിടെ ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സും ആക്ച്വൽ ക്യാഷ് പേയ്മെന്റുമല്ല, ആക്ച്വൽ എക്സ്പെൻസും ആക്ച്വൽ ഇൻകവുമാണ്. നമ്മൾ ക്യാഷ് എത്ര റിസീവ് ചെയ്തു, ക്യാഷ് എത്ര കൊടുത്തു നമ്മുടെ പ്രശ്നമില്ല. എന്തുമാത്രം എക്സ്പെൻസ് ഉണ്ടായി, എന്തുമാത്രം ഇൻകം ഉണ്ടായി, വരുമാനമുണ്ടായി. അപ്പൊ റെസീറ്റ് എത്ര എക്സ്പെൻസോ എത്ര ഇൻകമോ അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് എഴുതുന്നതിന് വിളിക്കുന്ന പേര് അക്രൂവൽ ബേസിസ് എന്നാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സാലറി കൊടുത്തു, 1000 രൂപ കൊടുത്തു, ഇനി 500 രൂപ കൊടുക്കാനുണ്ട്. 1000 രൂപ കൊടുത്തു, 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ കൊടുത്തതിനെ പെയ്ഡ് എന്ന് പറയും, നമ്മൾ കൊടുക്കാനുള്ളതിന് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയും. അപ്പൊ ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസാ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ക്യാഷ് ബേസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ക്യാഷ് ബേസ് ആണെങ്കിൽ 1000 മാത്രം കൊടുത്തത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ അക്രൂവൽ ബേസിസ് ആണെങ്കിലോ 1000 കൊടുത്തതിനോടൊപ്പം 5000 കൂടെ 500 കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ 1500 ടോട്ടൽ എക്സ്പെൻസ്. അപ്പൊ 1500 നമ്മൾ റെക്കോർഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് അക്രൂവൽ ബേസിസ് എന്നാണ്. 1000 നമ്മൾ റെക്കോർഡ് ചെയ്താൽ ക്യാഷ് ബേസിസ് ആണ്. ഇതാണ് ആ ഒരു ക്യാഷ് ബേസിസും അതുപോലെ തന്നെ അക്രൂവൽ ബേസിസും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും അക്കൗണ്ടിങ്ങിലേക്ക് വന്നു. അപ്പൊ ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ളതാണ്, യൂണിവേഴ്സൽ അഡാപ്റ്റബിലിറ്റി ഉള്ളതാണ്, ലോകം മൊത്തം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, അതിന് അതിന്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിളും ഉണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എലമെന്ററി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിന്റെ പ്രിലിമിനറി സ്റ്റെപ്പിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. അഡ്വാൻസ് സ്റ്റേജ് ആണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ആരാ? ബുക്ക് കീപ്പറാണ്. അക്കൗണ്ടിങ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ്. ആ വ്യത്യാസം അതാണ്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ബുക്ക് കീപ്പറാണ്, അക്കൗണ്ടിങ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഒരു ബുക്ക് കീപ്പർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഒരു ബുക്ക് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അത് ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്.
എന്നാൽ ഒരു ബിസിനസിന്റെ ലാഭമോ നഷ്ടമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനോ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകൾ, അതായത് ഫൈനൽ അക്കൗണ്ടുകൾ, അപ്പോൾ അക്കൗണ്ടന്റ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് വ്യത്യാസം. ബുക്ക് കീപ്പർ ട്രാൻസാക്ഷൻസ് മൊത്തം റെക്കോർഡ് ചെയ്യുകയാണ്, പ്രിലിമിനറി വർക്ക് ചെയ്യുകയാണ്. അതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് അക്കൗണ്ടന്റിന്റെ ജോലിയാണ്. അപ്പോൾ അക്കൗണ്ടിങ് എപ്പോഴാണ് തുടങ്ങുന്ന? ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പം. സോ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോഴാണ്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് അറിയണമല്ലോ. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്? സോ ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഒരു കൂട്ടം പുസ്തകങ്ങളിലേക്ക് ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. ഒരു ബിസിനസ്സിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് കാണും. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് വളരെ സയന്റിഫിക് ആയിട്ട്, വളരെ ആർട്ടായിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. സോ ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം പുസ്തകങ്ങളിലേക്ക് ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കലാപരമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പിംഗ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വാക്ക് വന്നല്ലോ, എന്താണ് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസാ. അപ്പോൾ ഇവിടെ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ചില പ്രത്യേക ടേംസുകളുണ്ട്. അപ്പോൾ ആ ടേംസുകളാണ് നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആ ടേംസുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എനി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ടോ അതിലധികം വ്യക്തികൾ ചേർന്ന എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് ട്രാൻസാക്ഷൻ എന്നാണ്. So any exchange of goods and services between two person is called a transaction. അപ്പോൾ രണ്ട് വ്യക്തികൾ നിർബന്ധമായും വേണം. ഒരാൾ കൊടുക്കാനുണ്ടായിരിക്കണം, ഒരാൾ വാങ്ങാനുണ്ടായിരിക്കണം. അങ്ങനെ രണ്ട് വ്യക്തികൾ ചേർന്ന് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേര് ട്രാൻസാക്ഷൻസ് എന്നാണ്. അത് ഗുഡ്സ് തന്നെ ആവണമെന്നില്ല, സേവനങ്ങളും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ രണ്ട് വിധത്തിലുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ? നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി അതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ പൈസ ഉടൻ കൊടുത്താൽ ക്യാഷ് ട്രാൻസാക്ഷൻ. സാധനം വാങ്ങുന്നു, പൈസ ഉടനെ കൊടുക്കുന്നു, ക്യാഷ് ട്രാൻസാക്ഷൻ. വെൻ ദ പേയ്മെന്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പേയ്മെന്റ് ഉടൻ കൊടുത്താൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ. വെൻ ദ പേയ്മെന്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇസ് പോസ്റ്റ് പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ് പോൺ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ബിസിനസ്സിനകത്തുണ്ട്. ട്രാൻസാക്ഷന്റെ പേയ്മെന്റ് ഉടൻ കൊടുത്താൽ ക്യാഷ് ട്രാൻസാക്ഷൻ, അത് പോസ്റ്റ് പോൺ ചെയ്താൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു ടീമാണ്. ഇനി അടുത്തൊരു ടൈം നമുക്കറിയേണ്ടത് എന്താണ് അസറ്റ് എന്നാണ്. അത് വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാം. അപ്പോൾ എന്താണ് അസറ്റ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു അസറ്റിന്റെ മേൽ രണ്ട് അവകാശങ്ങളുണ്ട്. ഒന്ന് ഓണർഷിപ്പും മറ്റൊന്ന് പൊസഷനുമാണ്. അസറ്റിന്റെ മേൽ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശമുണ്ട്, കൈവശാവകാശമുണ്ട്. ഇത് രണ്ടും ബിസിനസിന്റെ കാഴ്ചപ്പാടിൽ അസറ്റാണ്. ബിസിനസിന്റെ വ്യൂവിൽ ഇത് രണ്ടും എന്താണ്? അസറ്റാണ്. അപ്പോൾ പ്രോപ്പർട്ടി ആവാം, പൊസഷൻ ആവാം. അത് ഓൺ ചെയ്തേക്കുന്ന, സ്വന്തമായി വെച്ചേക്കുന്ന വ്യക്തിയാവാം, ബിസിനസ് ആവാം. അതിനെന്തുണ്ടായിരിക്കണം? മണി വാല്യൂ ഉണ്ടായിരിക്കണം. അത് വിറ്റാൽ പൈസ കിട്ടണം, അതുകൊണ്ട് കടം വീടാൻ പറ്റണം. ഇതിന് അസറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അസറ്റിന്റെ ഡെഫിനേഷൻ എന്താണ്? അസറ്റ് മീൻസ് ദ പ്രോപ്പർട്ടി ഓർ ദ പൊസഷൻ ഓൺഡ് ബൈ എ പേഴ്സൺ ഓർ എ ബിസിനസ് വിച്ച് ഹാസ് മണി വാല്യൂ ആൻഡ് ക്യാൻ ബി സോൾഡ് ടു പേ ഡെറ്റ്സ്. അല്ലെ, അസറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി ആവാം, പൊസഷൻ ആവാം, അതിന്റെ ഓണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ കൈവശാവകാശം ആവാം. ഇത് കൈവശം വെച്ചേക്കുന്ന ഒരു ബിസിനസ് ആവാം, ഒരു വ്യക്തിയാവാം. ഒപ്പം തന്നെ ഇതിന് മണി വാല്യൂ ഉണ്ടായിരിക്കാം. ഇത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടണം, കിട്ടുന്ന പൈസ കൊണ്ട് കടം വീടാൻ കഴിയണം. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേര് അസറ്റ് എന്നാണ്. അപ്പോൾ അസറ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ അസറ്റ് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ദ അസറ്റ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ദർ ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. അസറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഈ ഫിക്സഡ് അസറ്റ്? ആ പേരിൽ തന്നെ വ്യക്തമാണ്. ഫിക്സഡ് ആയി നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു ബിസിനസിന്റെ ബിഗിനിങ് ടു എൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ദീർഘകാലം ഉപയോഗിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ്. ദീർഘകാലം ഒരു ബിസിനസ്സിലേക്ക് അസറ്റ് ഉപയോഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അതിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ദീർഘകാലം ഉപയോഗിക്കും. അതുപോലെ ഫർണിച്ചർ ദീർഘകാലം ഉപയോഗിക്കും. പ്ലാന്റ് ആൻഡ് മെഷീനറി ദീർഘകാലം ഉപയോഗിക്കും. അങ്ങനെ ഒരു ബിസിനസ്സിൽ ദീർഘകാലം ഉപയോഗിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് എന്നാണ്. അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ്, മെഷീനറി, ഇതെല്ലാം ദീർഘകാലം ഉപയോഗിക്കുന്ന അസറ്റുകളാണ്. എന്നാൽ അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, ചെറിയ പീരീഡിലേക്കാണ് നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ, അതിനെ വിളിക്കുന്ന പേര് കറണ്ട് അസറ്റ് എന്നാണ്.
ഒരു വർഷത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ, അത് കറണ്ട് അസറ്റാ. അസറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഈസ് കാൾഡ് കറണ്ട് അസറ്റാ. ഒരു വർഷത്തിൽ താഴെ നമ്മൾ ഏതെങ്കിലും അസറ്റ് ഉപയോഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് കറണ്ട് അസറ്റാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കാം, ഈ കറണ്ട് അസറ്റിന് മറ്റൊരു പേരുണ്ട്. അതിന്റെ പേര് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ് എന്നാണ്. അപ്പം എന്താണ് ഈ ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റാ? നമുക്കറിയാം, ഒരു അസറ്റിന് ഒരു സ്റ്റാറ്റിക് രൂപമില്ല. അസറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ ഫോം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനൊരു ബിസിനസ് ആണെന്ന് സങ്കല്പിക്കുക. എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. ഞാൻ ഈ 1,00,000 രൂപ കൊണ്ട് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കയ്യിലിരുന്ന ക്യാഷ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തു റാ മെറ്റീരിയലായി. ഈ റാ മെറ്റീരിയൽ ഞാൻ പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി. എന്നിട്ട് ഞാനത് വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? കടക്കാരുണ്ടായി, ഡെറ്റേഴ്സ് ഉണ്ടായി. അവരെന്ന് ക്യാഷ് റിയലൈസ് ചെയ്തപ്പോഴത്തേക്ക് ക്യാഷായി മാറി. അപ്പൊ ക്യാഷിൽ തുടങ്ങി ക്യാഷിൽ തന്നെ വന്ന് അവസാനിച്ചു. അതുകൊണ്ട് ഇതിനെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിച്ചു. കറണ്ട് അസറ്റ് നമുക്ക് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒഴുകി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് വിളിക്കാം. അപ്പൊ കറണ്ട് അസറ്റിന് എന്തൊക്കെ വിളിക്കാം? നമുക്ക് ശരിക്കും സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് പീരീഡിലേക്കാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ മനസ്സിലായി. ക്യാഷ് ഉണ്ട്, അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാഷ് ആവാം, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആവാം, റാ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവാം, ഡെറ്റേഴ്സ് ആവാം, പിന്നെ ബിൽ റെസിപ്റ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിളാണ്? ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അസറ്റിന്റെ എക്സാമ്പിളാണ്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ മനസ്സിലായി, ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റും. ഇനി നമുക്ക് ഈ ഫിക്സഡ് അസറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. So fixed asset can again be classified into two. They are tangible and intangible. Tangible asset, intangible asset. എന്താ tangible asset? The asset which can touch and feel. അസറ്റിനെ ടച്ച് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും അസറ്റിനെ ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടാൻജിബിൾ അസറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് അസറ്റുകൾ, അതായത് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇതെല്ലാം ടാൻജിബിൾ അസറ്റാ. ഇതെല്ലാം കാണാം, തൊട്ട് നോക്കാം, എല്ലാം ചെയ്യാം, നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ദ അസറ്റ് വിച്ച് കനോട്ട് ടച്ച് ആൻഡ് ഫീൽ. അസറ്റിനെ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റാത്ത അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻടാൻജിബിൾ അസറ്റ് എന്നാണ്. അസറ്റ് വിച്ച് കനോട്ട് ടച്ച് ആൻഡ് ഫീൽ ഈസ് കാൾഡ് ഇൻടാൻജിബിൾ അസറ്റ്. അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഗുഡ്വിൽ. ഒരു ബിസിനസിന്റെ സൽപ്പേർ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ വിളിക്കുന്ന പേര് ഗുഡ്വിൽ എന്നാണ്. ബിസിനസ്സിൽ വളരെ വലിയ കാഴ്ചപ്പാടാണ്, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും അത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഞാനത് വ്യക്തമായി പറയും. ഇപ്പൊ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ കീർത്തിയാണ്, സൽപ്പേരാണ്, ഗുഡ് നെയിമാണ്. അപ്പൊ അത് ഗുഡ്വില്ലാണ്, ഇൻടാൻജിബിൾ അസറ്റാണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ, പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതി, അത് ആ പേറ്റന്റ് റൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ കണ്ടുപിടുത്തത്തിന്റെ അവകാശം എന്ന് പറയുന്ന പേറ്റന്റ് റൈറ്റാ, അത് ഇൻടാൻജിബിൾ അസറ്റാ. അതുപോലെ കോപ്പി റൈറ്റ്, അത് കോപ്പി ചെയ്യാനുള്ള അവകാശം, അത് ഇൻടാൻജിബിൾ അസറ്റാ. അതുപോലെ തന്നെ ചില പ്രോഡക്റ്റിനൊക്കെ നമുക്ക് മാർക്കുകൾ ഉണ്ടാവും, ചെറിയ ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഉണ്ടാവും. അതങ്ങ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് മാർക്കായി. അപ്പൊ സിമ്പിൾസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ട്രേഡ് മാർക്ക് ആവും. അപ്പൊ ആ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ അസറ്റാ. അങ്ങനെ നമുക്ക് ഗുഡ്വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ട്രേഡ് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷ ചോദിക്കും. ഈ 4 ഇൻടാൻജിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട കേസ്. ഇത് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റത്തില്ല, പക്ഷേ അതിന് മോണിറ്ററി വാല്യൂ ഉണ്ട്, മണി വാല്യൂ ഉണ്ട്. മറന്നു പോകരുത്, ഇതാണ് ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ അസറ്റുകൾ മനസ്സിലായി. ഇനി നമുക്ക് അതർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അസറ്റിനകത്ത്. എന്താണ് അതർ ക്ലാസിഫിക്കേഷൻ? ഒന്ന് അടുത്ത അസറ്റ് വേസ്റ്റിംഗ് അസറ്റാണ്. എന്താണ് ഈ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്? ചില അസറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉപയോഗശൂന്യമായി പോകുന്ന അസറ്റുകളാണ്. ഉദാഹരണത്തിന് നമുക്ക് കോറീസ് ഉണ്ട്, പാറയൊക്കെ വെട്ടിയെടുക്കുന്ന കോറീസ് ഉണ്ട്. അവിടെ നിന്ന് പാറ വെട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ ഒരു കുഴിയായി മാറും, വേസ്റ്റിംഗ് അസറ്റാണ്. ഓയിൽ വെൽസ്, ഓയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യാനില്ല എങ്കിൽ അത് വേസ്റ്റാണ്. കൽക്കരി ഖനികളുണ്ട്, കൽക്കരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു കുഴിയായി മാറി. അങ്ങനെ ഉപയോഗിക്കും തോറും അസറ്റിന്റെ വാല്യൂ 0 ആവുന്ന അസറ്റുകളെ വിളിക്കുന്ന പേര് വേസ്റ്റിംഗ് അസറ്റ് എന്നാണ്. സോ ദ വാല്യൂ ഓഫ് അസറ്റ് ബിക്കം 0 വെൻ ഇറ്റ് ഈസ് യൂസ്ഡ്. അസറ്റ് ഉപയോഗിക്കും തോറും അതിന്റെ വാല്യൂ 0 ആയിക്കൊണ്ടിരിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേര് വേസ്റ്റിംഗ് അസറ്റ് ആണ്. അസറ്റ് ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ഡിപ്ലീറ്റഡ് അസറ്റ് എന്ന് വിളിക്കാം. ഇതാണ് അടുത്ത അസറ്റ്, ഡിപ്ലീറ്റഡ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്. സോ അതിന്റെ എക്സാമ്പിൾ ആണ് ഓയിൽ വെൽസ്, കോറീസ്, മൈൻസ് എക്സെട്ര. എല്ലാത്തിന്റെ എക്സാമ്പിൾ നമുക്ക് ആവശ്യമാണ്, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. കോറീസ്, മൈൻസ്, ഓയിൽ വെൽസ് എന്നൊക്കെ പറയുന്ന വേസ്റ്റിംഗ് അസറ്റ് ഉദാഹരണമാണ്. എല്ലാ അസറ്റുകൾക്കും ഞാൻ കൃത്യമായി അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി അടുത്ത അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്ടീഷ്യസ് അസറ്റാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുമ്പം ഇങ്ങനൊരു അസറ്റ് ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് എറൈസ് ചെയ്യുന്ന അസറ്റാണ് ഫിക്ടീഷ്യസ് അസറ്റ്. ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം എറൈസ് ചെയ്യുന്ന അസറ്റുകളെയാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അത് ഏത് അസറ്റാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വലിയൊരു എക്സ്പെൻസ് വേണം. അതിന് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയും. ആക്ച്വലി ആ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് മാത്രം വന്ന എക്സ്പെൻസ് ആണല്ലോ.
അതുപോലെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ബിസിനസ്സിന് നഷ്ടം വന്നു, അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാ വിളിക്കുന്ന ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ആ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നഷ്ടമാണ്. അപ്പൊ ആ നഷ്ടത്തെ നമുക്ക് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഫിക്ടീഷ്യസ് അസറ്റ് രണ്ടെണ്ണമാണ്, പ്രിലിമിനറി എക്സ്പെൻസും അതുപോലെ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് നഷ്ടം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്ടീഷ്യസ് അസറ്റ് എന്നാണ്. ഇത് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അറൈസ് ചെയ്യുന്ന അസറ്റുകളാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പം അസറ്റുകൾ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റിന് ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റായി. അപ്പൊ അസറ്റുമായി ഇനി നമുക്കറിയേണ്ടത് എന്താണ്, ആ ലയബിലിറ്റിയാണ്. ബിസിനസ്സിൽ നമുക്കൊരു റൂളുണ്ട്, അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി. അസറ്റിന് എപ്പോഴും ഈക്വൽ ആയിട്ട് ലൈബിലിറ്റി ഉണ്ടായിരിക്കും. ലൈബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് കടപ്പെട്ടിരിക്കുന്ന എമൗണ്ടാണ്. ഒരു ബിസിനസ് പുറത്ത് കടപ്പെട്ടിരിക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ലൈബിലിറ്റി എന്നാ. ദ എമൗണ്ട് വിച്ച് ഈസ് ഓവ്ഡ് ബൈ എ ബിസിനസ് ടു ദി ഔട്ട്സൈഡർ. എ ബിസിനസ് വിച്ച് ഈസ് ഓവ്ഡ് ടു ദി ഔട്ട്സൈഡർ. ഒരു എമൗണ്ട് ബിസിനസ് പുറത്ത് കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റി. സോ ലയബിലിറ്റി ഈസ് ആൻ എമൗണ്ട് വിച്ച് ഈസ് ഓവ്ഡ് ബൈ എ ബിസിനസ് ടു ദി ഔട്ട്സൈഡർ. പുറത്ത് കടപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ലയബിലിറ്റിയും അസറ്റും ഒരു ബിസിനസ്സിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. എന്താ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അസറ്റും ലയബിലിറ്റീസും തുല്യമായിരിക്കും. അത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്പർ 1, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. അപ്പൊ ഇക്വിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിയാ. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ആദ്യം നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറഞ്ഞു. രണ്ടാമത് ഇക്വിറ്റി നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാക്കി. ഇനി അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ ക്യാപിറ്റൽ കിട്ടും. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. അപ്പൊ 3 അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ദെൻ അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഇങ്ങനെ 3 അക്കൗണ്ടിങ് ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസിന്റെ ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. ഇനി നമുക്ക് അസറ്റായി, ഇവിടെ ലയബിലിറ്റി ആയി. ഇനി ക്യാപിറ്റൽ എന്താണെന്ന് അറിയണം. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ? ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ ട്രേഡർ ബിസിനസ്സിലേക്ക് ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. ദ എമൗണ്ട് വിച്ച് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ട്രേഡർ ഇൻ ടു ദി ബിസിനസ്. ഒരു ട്രേഡർ തന്റെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ആൻ എമൗണ്ട് വിച്ച് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ട്രേഡർ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഒരു ട്രേഡർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. ഇങ്ങനെ കൊണ്ടുവന്ന ഈ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രാ ചെയ്താൽ, കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രാ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അപ്പൊ ഡ്രോയിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഒരു പ്രൊപ്പറേറ്റർ തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം വിഡ്രാ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അപ്പൊ ക്യാപിറ്റലും ഡ്രോയിങ്സും. ക്യാപിറ്റല് ട്രേഡർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന്റെ ഒരു ഭാഗം വിഡ്രാ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അത് സ്വന്തം ആവശ്യത്തിനാണെങ്കിലേ ഡ്രോയിങ്സ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് നിന്ന് ഡ്രോയിങ്സ് എങ്ങനെയൊക്കെ നടത്താം? 3 രീതിയിൽ ബിസിനസ്സിൽ ഡ്രോയിങ്സ് നടത്താം. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സാധനമായിട്ടെടുക്കാം, ക്യാഷായിട്ടെടുക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നെടുക്കാം. അപ്പോൾ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ബൈ ക്യാഷ്, ഡ്രോയിങ്സ് ആർ മെയ്ഡ് ഫ്രം ബാങ്ക്, ആൻഡ് ഡ്രോയിങ്സ് ആർ മെയ്ഡ് ബൈ ടേക്കിംഗ് ഗുഡ്സ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കാം, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ സാധനം സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കാം. അങ്ങനെ 3 രീതിയിൽ നമ്മൾ എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡ്രോയിങ്സിനെ സംബന്ധിച്ചുള്ള എടുക്കുമ്പോഴത്തേക്ക് അത് റിസീവ് ചെയ്യുന്നത് ഈ ഓണറാണ്, ട്രേഡറാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പേര് എഴുതത്തില്ല. ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷാണ് എടുക്കുന്നതെങ്കിൽ ക്യാഷ്, ബാങ്കിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ബാങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് വേണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ബാങ്ക്. സാധനമാണ് എടുക്കുന്നതെങ്കിൽ സാധനം പോവുകയാണ്, പർച്ചേസ് കുറയുകയാണ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ പർച്ചേസ് എന്നാണ്. അപ്പോൾ ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ, സാധനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പർച്ചേസിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, മറന്നു പോകരുത്. 3 കേസിലും ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷായിട്ട് എടുത്താൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും, ബാങ്കിൽ നിന്ന് എടുത്താൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും, സാധനം എടുത്താൽ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട കേസ്. അപ്പം നമുക്ക് ക്യാപിറ്റലുമായി ഡ്രോയിങ്സുമായി. ഇവിടെ നമുക്കിപ്പോൾ എന്തൊക്കെയായി? ട്രാൻസാക്ഷനായി, ക്യാഷ് ട്രാൻസാക്ഷനായി, ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി, അസറ്റായി. അസറ്റിൽ തന്നെ ക്ലാസിഫിക്കേഷൻ: ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ദെൻ ഫിക്ടീഷ്യസ് അസറ്റ്, ദെൻ ക്യാപിറ്റലായി, ലയബിലിറ്റിയായി, ഇപ്പൊ ഡ്രോയിങ്സ് ആയി. ഇനി നമുക്കറിയേണ്ടത് എന്താണ് റവന്യൂ എന്നറിയണം. വാട്ട് യു മീൻ ബൈ റവന്യൂ? സോ റവന്യൂ ഇസ് ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് ബൈ എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ്. ഇവിടെ എന്താ? ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണ് റവന്യൂ. സോ റവന്യൂ ഇസ് ആൻ എമൗണ്ട്
വിച്ച് ഈസ് ഏൺഡ് ബൈ എ ബിസിനസ് ബൈ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ റവന്യൂ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഈ റവന്യൂ തന്നെ നമുക്കറിയാം ഏൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ കോസ്റ്റ് ആവശ്യമായി വരും. അപ്പൊ അങ്ങനെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. സോ എക്സ്പെൻസ് ഈസ് ആൻ എമൗണ്ട് വിച്ച് സ്പെൻഡ് ഫോർ ഏണിംഗ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് എന്നാണ്. ഇപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് റവന്യൂ. ആ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കോസ്റ്റ് ആണോ ചെലവാക്കുന്നത് ആ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതും മനസ്സിലായി, നമുക്ക് എക്സ്പെൻസ് മനസ്സിലായി. ഇനി നമുക്ക് രണ്ട് ടൈം അറിയണം, ആരാണ് ഡെറ്റർ, ആരാണ് ക്രെഡിറ്റർ. ഡെറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓവ്സ് സംതിങ്. എന്തെങ്കിലും ബിസിനസ്സിന് കടപ്പെട്ടിരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നും ആർക്കാണോ കടപ്പെട്ടിരിക്കുന്ന അയാളെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ എന്നുമാണ്. അപ്പൊ ബിസിനസ്സിന് കടം തരാനുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നാണ്, ബിസിനസ് കൊടുക്കാനുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ എന്നാണ്. എ ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓവ്സ് സംതിങ്, എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹും സംതിങ് ഈസ് ഓവ്ഡ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ റിസീവ് ചെയ്യുന്നത്, ആരാണോ നമുക്ക് തരാനുള്ളത് അയാളെ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നും ആർക്കാണോ നമ്മൾ കൊടുക്കാനുള്ളത് അയാളെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ എന്നുമാണ്. അപ്പൊ ആ ടൈമും നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മൾ ടേമുകൾ പറഞ്ഞപ്പോഴത്തെ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഓബ്ജക്റ്റീവ്സ് പറഞ്ഞു, അക്കൗണ്ടിങ്ങിന്റെ ടൈപ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു, സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു, അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് പറഞ്ഞു, ട്രാൻസാക്ഷൻ പറഞ്ഞു, ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അസറ്റ് പറഞ്ഞു, അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ഫിക്ടീഷ്യസ് അസറ്റും പിന്നെ വേസ്റ്റിംഗ് അസറ്റും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ പറഞ്ഞു, ലയബിലിറ്റി പറഞ്ഞു, ഡ്രോയിങ്സ് പറഞ്ഞു, അത് കഴിഞ്ഞ് റവന്യൂ പറഞ്ഞു, എക്സ്പെൻസ് പറഞ്ഞു, ഡെറ്ററും പറഞ്ഞു, ക്രെഡിറ്ററും പറഞ്ഞു. അപ്പൊ ഇത്രയും ടേമുകൾ നമുക്ക് ഇതിനകത്ത് അറിയണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ടേമുകളാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കേസുകളാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എക്സ്പെൻസ് പറഞ്ഞല്ലോ നമ്മൾ. ഈ എക്സ്പെൻസ് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു കാര്യം പറഞ്ഞു. എന്താണ് ഈ എക്സ്പെൻസ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന ആ കോസ്റ്റിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് എന്നാണ്. അപ്പൊ ഈ എക്സ്പെൻസ് കണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഈ ടോട്ടൽ എക്സ്പെൻസിന് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ വിളിക്കുന്ന. അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ 3 വിധമുണ്ട്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിയണം: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഒരു ബിസിനസ്സിലേക്ക് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ്സിലേക്ക് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി എന്ത് ചെലവാക്കാലും അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം പീരീഡിലേക്കുള്ള അസറ്റുകളായിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ആ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കൂടുതൽ വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ വർഷങ്ങളിലേക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ചെലവാക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. So capital expenditures are those expenditures which are spent for purchase of fixed asset. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന അസറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഫോർ മോർ ദാൻ 1 year. ഇങ്ങനെ നമ്മൾ മുടക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 1 വർഷത്തിൽ കൂടുതൽ കിട്ടും. അങ്ങനെ 1 വർഷത്തിൽ കൂടുതൽ കിട്ടുന്ന ബെനിഫിറ്റ് ഉള്ള അസറ്റുകൾ വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ ലാൻഡോ ബിൽഡിങ്ങോ ഫർണിച്ചറോ ഒക്കെ വാങ്ങാൻ വേണ്ടി എന്ത് ചെലവാക്കിയാലും അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെലവാക്കിയാലും അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. So these are the expenditures which are spent for the purpose of day-to-day running of the business. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ ദൈനംദിന പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സാലറി കൊടുത്തു, വേജസ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, റാ മെറ്റീരിയൽസ് വാങ്ങിച്ചു, അങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവാക്കുന്നതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഐറ്റത്തിന് വേണ്ടി, അതായത് സാലറി കൊടുക്കുന്നു അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള ഡേ-ടു-ഡേ റണ്ണിങ്ങിന് വേണ്ടി ചെലവാക്കുന്നതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിന്റെ എക്സാമ്പിളാണ് പേയ്മെന്റ് ഓഫ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് എക്സെട്ര. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 1 വർഷത്തേക്കേ കിട്ടും. അത് മറന്നു പോകരുത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്നത് 1 വർഷത്തിൽ കൂടുതൽ കിട്ടും. എന്നാൽ മൂന്നാമത്തെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ ഇത് ക്യാപിറ്റലുമല്ല റവന്യൂമല്ല, രണ്ടിന്റെയും സ്വഭാവം കാണിക്കുകയാണ്.
ഉദാഹരണത്തിന് നമ്മൾ ഈ വർഷം കുറേ പൈസ ചെലവാക്കി പരസ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആണിത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്വഭാവമുണ്ട്. പക്ഷേ എല്ലാ വർഷവും ബെനിഫിറ്റ് കിട്ടും, അടുത്ത വർഷവും ബെനിഫിറ്റ് കിട്ടും. ഈ വർഷമാണ് ചെലവാക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ, പക്ഷേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് അടുത്ത വർഷവും കിട്ടുമെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ അല്ല, നമുക്ക് രണ്ടിനെയും നിർവചിക്കാൻ പറ്റാത്ത ചില എക്സ്പെൻഡിച്ചർ, അതിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അഡ്വർടൈസ്മെന്റ്, പ്രിലിമിനറി എക്സ്പെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് ആദ്യം ചെലവാക്കുന്ന എമൗണ്ടാണ്. അത് ചെലവാക്കുന്ന ആ എമൗണ്ട് ആ വർഷത്തേക്കുള്ളതല്ല, ആ ബിസിനസ് നിലനിൽക്കുന്ന വർഷം മൊത്തമുള്ളതാണ്. അപ്പോൾ ചെലവാക്കുന്ന വർഷം റവന്യൂ എക്സ്പെൻഡിച്ചർ, പക്ഷേ അതിന്റെ ബെനിഫിറ്റ് അടുത്ത വർഷങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻസ്. അപ്പോൾ രണ്ടുമല്ലാത്തതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റും പ്രിലിമിനറി എക്സ്പെൻസുമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഈ പറഞ്ഞിരിക്കുന്ന എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നുള്ള കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് അക്കൗണ്ടിങ്ങിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ലൂക്കോ പാസിയോളിയാണ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ അത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ട്? റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിംഗ് ഉണ്ട്. അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ ഓബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ 4 എണ്ണമുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതുപോലെ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാഷ് ബേസിസും അതുപോലെ അക്രൂവൽ ബേസിസുമാണ്. അത് കഴിഞ്ഞു നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണ്, ബുക്ക് കീപ്പർ ആരാണ്, അക്കൗണ്ടന്റ് ആരാണ്, അവരുടെ ജോലി എന്താണ്, ട്രാൻസാക്ഷൻ എന്താണ്, അല്ലെ, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, പിന്നെ ഡ്രോയിങ്സ്. അതുപോലെ തന്നെ അതിനകത്ത് റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻഡിച്ചറിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഡെറ്റർ ആരാണ്, ക്രെഡിറ്റർ എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത പാർട്ടുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലർക്കും ഇത് അറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യും. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.